ഇംഗ്ലീഷിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററാണ് എടുക്കുന്നത്. സ്റ്റോറിയാണ്. വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത്. 16ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ആരാധന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു സംഗീതം മ്യൂസിക് സ്കൂളാണ്. ആ ഒരു മ്യൂസിക് സ്കൂളിന്റെ ഒരു ഇനാഗുറൽ വാർഷിക നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ആരാധന എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അവളൊരു ഡാൻസറാണ്. അവൾ ഒരുപാട് സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യാണ്, അവിടെ ആ വേദിക്കരികില് നിൽക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് അവൾക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന അവൾക്ക് പെട്ടെന്നൊരു സങ്കടം നേരിടേണ്ടി വരികയാണ്. ആ ഒരു സങ്കടത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം. സെക്ഷൻ 1 നോക്കൂ. Shortly before the annual dance show of the Kamala Devi School of Dance and Music commenced, I slipped backstage once more and hugged her. See what you have done, wailed my sister. You have crushed the flowers in my hair. She patted her hair back into place and arranged the pleats of her Bharatanatyam dress. Oh, you look great, I told her. In fact, you look very beautiful. My sister did not believe me. She turned towards the mirror and stared at herself. Our eyes met. You are beautiful, whispered my sister, even without the flowers, ornaments, and all this. And she brushed down her silken dress. You are so. നമ്മുടെ കഥയിലെ 2 കഥാപാത്രങ്ങളെ ഫസ്റ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഡാൻസർ എന്ന് പറഞ്ഞു, അവളാണ് ആരാധന എന്ന് പറയുന്ന പെൺകുട്ടി. അവളുടെ സിസ്റ്ററാണ് സിമ്മി എന്ന് പറയുന്നത് അവളുടെ സിസ്റ്ററാണ്. അപ്പോൾ ആ ഒരു കമലാദേവി സ്കൂൾ ഓഫ് ഡാൻസ് അതിൻ്റെ മ്യൂസിക് സ്കൂളാണ്. അതിൻ്റെ വാർഷിക നൃത്ത പരിപാടി ആരംഭിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ ഐ സ്ലിപ്ഡ് ബാക്ക് സ്റ്റേജ് വൺസ് മോർ ആൻഡ് ഹഗ്ഡ് ഹർ. ഞാൻ എന്ത് ചെയ്യാണ്, സ്റ്റേജിന്റെ പിന്നിലേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. സി വാട്ട് യു ഹാവ് ഡൺ, വെൽ മൈ സിസ്റ്റർ. നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്, എൻ്റെ സഹോദരി വെയിൽഡ് സങ്കടപ്പെടുന്ന രീതിയിൽ ചോദിക്കുകയാണ്. യു ഹാവ് ക്രഷ് ദ ഫ്ലവേഴ്സ് ഇൻ മൈ ഹെയർ. നീ എൻ്റെ മുടിയിലെ പൂക്കളൊക്കെ എന്ത് ചെയ്യാണ്, നശിപ്പിക്കും. ഷീ പാറ്റഡ് ഹെർ ഹെയർ ബാക്ക് ഇൻ ടു പ്ലേസ് ആൻഡ് അറേഞ്ച് ദ പ്ലീറ്റ്സ് ഓഫ് ഭരതനാട്യം ഡ്രസ്സ്. അവൾ മുടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മെല്ലെ ആ മുടിയൊന്ന് തലോടുകയാണ്. ആൻഡ് പാറ്റഡ്. എന്നിട്ട് ഭരതനാട്യ വസ്ത്രത്തിന്റെ മടക്കുകളൊക്കെ ഒന്ന് പ്ലീറ്റ്സുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചു. ഓ യു ലുക്ക് ഗ്രേറ്റ്, ഐ ടോൾ ഹർ. ഞാൻ അവളോട് പറഞ്ഞു. നമ്മളുടെ സ്റ്റോറി പറയുന്നത് അവളുടെ സഹോദരിയാണ്, സിമിയാണ്. അപ്പോൾ അവൾ ഞാൻ പറഞ്ഞു അവളോട്, ആരാധനയോട് പറഞ്ഞു, യു ലുക്ക് ഗ്രേറ്റ്. നീ എന്താണ്, നിന്നെ കാണാൻ കൊള്ളാം എന്ന് ഞാൻ എന്ത് ചെയ്തു, അവളോട് പറഞ്ഞു. ഇൻഫാക്ട് യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. സത്യത്തിൽ നീ വളരെ ഒരു എന്താണ്, സുന്ദരിയാണ്. മൈ സിസ്റ്റർ ഡിഡ് നോട്ട് ബിലീവ് മീ. പക്ഷെ എൻ്റെ സഹോദരി അത് വിശ്വസിച്ചില്ല. ഷി ടേൺ ടുവാർഡ്സ് ദ മിറർ ആൻഡ് സ്റ്റെയർഡ് അറ്റ് ഹെർസെൽഫ്. അവർ ഐസ് മെറ്റ്. അവൾ തിരിഞ്ഞ് എന്ത് ചെയ്യാണ്, അവൾക്ക് വിശ്വാസം വരുന്നില്ല. അവളെ തിരിഞ്ഞ് കണ്ണാടിയിലേക്ക് നോക്കി. ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. യു ആർ ബ്യൂട്ടിഫുൾ, വിസ്പേർഡ് മൈ സിസ്റ്റർ. നീ സുന്ദരിയാണ് എന്നെ സഹോദരി എന്ത് ചെയ്യാണ്, സഹോദരി പറഞ്ഞു. ഈവൻ വിത്തൗട്ട് ദ ഫ്ലവേഴ്സ്, ഓർണമെന്റ്സ് ആൻഡ് ഓൾ ദിസ്. ആൻഡ് ഷീ ബ്രഷ്ഡ് ഡൗൺ ഹെർ സിൽക്കൻ ഡ്രസ്. അവൾ എന്ത് ചെയ്യാണ്, പൂക്കളും ആഭരണങ്ങളും ഇതൊന്നും ഇല്ലെങ്കിലും എന്താണ്, നീ ഒരുപാട് സുന്ദരിയാണ് എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ആൻഡ് ഷീ ബ്രഷ് ഡൗൺ ഹെർ സിൽക്കൻ ഡ്രസ്. യു ആർ സോ. നീ എത്ര സുന്ദരിയാണ് എന്നുള്ളത് വീണ്ടും അവള് പറയാണ്. ഐ നോ വാട്ട് ഷി വാസ് ഗോയിങ് ടു സേ. Fair, fair. I felt anger rise inside me. Fair, as if that was all that mattered most, more than a good fear, a chiseled face, more than the beauty that lies within. I knew I wasn't as beautiful as she was, with her fine, regular features, and I wasn't even half as talented as her. How did it matter if she was darker than me?
അപ്പോൾ ഫെയർ ഫെയർ എന്നുള്ളത് അവൾ എന്ത് ചെയ്യാണ് പറയാ, എനിക്കറിയാം എന്നുള്ളത്, നീ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ പറയാണ്. അപ്പോൾ അവളുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദേഷ്യം വരുന്നുണ്ട്. ഐ ഫെൽറ്റ് ആങ്കർ റൈസ് ഇൻസൈഡ് മീ ഫെയർ ആസ് ഇഫ് ദാറ്റ് വാസ് ഓൾ ദാറ്റ് മാറ്റേർഡ് മോസ്റ്റ്. എൻ്റെ നല്ല രൂപത്തേക്കാൾ എന്താണ് നല്ല എൻ്റെ ഈ മുഖത്തേക്കാൾ അല്ലെങ്കിൽ എൻ്റെ സൗന്ദര്യത്തേക്കാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് അവളിങ്ങനെ ഓരോന്ന് പറയണം. മോർ ദാൻ എ ഗുഡ് ഫിഗർ, എ ചിസൽഡ് ഫേസ്, മോർ ദാൻ ബ്യൂട്ടി ദാറ്റ് ലൈസ് വിത്തിൻ. I knew I wasn't as beautiful as she was with her fine regular features. അവള് എന്നെ പോലെയൊന്നും അല്ല, ഒരുപാട് എന്താണ് സൗന്ദര്യമുള്ളവൾ തന്നെയാണ്. ഞാൻ അവളോട് പറയാണ്. അവളുടെ മുഖത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പല ഭാവങ്ങൾ വരുന്നുണ്ട്. ഞാൻ അത്ര സുന്ദരി അല്ല എന്നുള്ള രീതിയിലാണ് അവൾ എന്ത് ചെയ്യേണ്ടത്, അവളുടെ മുഖഭാവങ്ങൾ വരുന്നത്. ഞാൻ അവളോട് പറഞ്ഞു അതിന്റെ കൂടെ ഞാൻ അവളോട് പറഞ്ഞു, ഐ വാസ് ഇൻ ഈവൻ ഹാഫ് എസ് ടാലന്റഡ് ആസ് ഹർ. എനിക്ക് അവളുടെ പകുതി കഴിവ് പോലും എനിക്കില്ല എന്നുള്ളത്. ഹൗ ഡിഡ് ഇറ്റ് മാറ്റർ ഇഫ് ഷി വാസ് ഡാർക്കർ ദാൻ മീ. എന്നേക്കാൾ എന്താണ് ഇരുണ്ട അല്ലെങ്കിൽ കറുപ്പാണെങ്കിലും അവള് സുന്ദരി തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ലുക്ക്, ഐ സെഡ്, യു ആർ ഗ്രേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ, യു വിൽ പ്രൂവ് ഇറ്റ് ടുഡേ. നോക്ക്, ഞാൻ പറഞ്ഞില്ലേ, നീ വളരെ ഗ്രേറ്റ് ആണ്, അതുപോലെ തന്നെ നീ എന്താണ് വളരെ സുന്ദരിയുമാണ്. യു വിൽ പ്രൂവ് ഇറ്റ് ടുഡേ, നീ അത് ഇന്ന് തെളിയിക്കും, നോക്കിക്കോ എന്നുള്ളത് പറഞ്ഞു. ആരാധന സ്മൈൽഡ് ആൻഡ് സെഡ്, ആരാധന ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യു ബെറ്റർ ലീവ് നൗ സിമി, കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. നീ എന്ത് ചെയ്യാ, ഒന്ന് മിണ്ടാതിരിക്കുക എന്ന് പറയാണ്. യു ബെറ്റർ ലീവ് നൗ സിമി, കീപ് ഫിംഗേഴ്സ് ക്രോസ്ഡ്. നീ ഇപ്പോ പോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, വിരലുകൾ കൂട്ടിപ്പിടിച്ച് ഫിംഗേഴ്സ് ക്രോസ്ഡ്. As I turned to leave, I saw Dadima and Auntie Pramila making their way through the crowd of excited girls. അപ്പോൾ ഞാൻ പോകാൻ തിരിഞ്ഞപ്പോഴാണ് അവരുടെ അവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലൂടെ എന്ത് ചെയ്യാണ്, ദാദിമയും ആൻറ്റി പ്രമീളയും എന്ത് ചെയ്യാണ് പോകുന്നത് ഞാൻ കണ്ടത് എന്ന് നമ്മുടെ സിമി പറയാണ്. ആൻറ്റി പ്രമീല, മൈ സിസ്റ്റർ റോൾഡ് അപ്പ് ഹെർ ഐസ് ഇൻ മോക്ക് ഹൊറർ. ഇഫ് ഇറ്റ് ഈസ് a bad omen. Come on, Aradhana, I chuckle. Don't be mean. Smile, smile. Bharatanatyam style. That shouldn't be difficult for you. പറഞ്ഞു. സഹോദരി, അതായത് സിമി പറയുകയാണ്. സിമി എന്ത് ചെയ്യാണ്, പരിഹാസത്തോട് കൂടിയിട്ട് ആന്റി പ്രമീളയെ കാണുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ആന്റി പ്രമീള എന്ന് പറയാണ്. പ്രമീള ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ഒരു പരിഹാസത്തോടു കൂടി കണ്ണുകൾ ഉയർത്തുകയാണ്. എന്നിട്ട് ഇഫ് ഇറ്റ് ഇസ്ന്റ് എ ബാഡ് ഒമാൻ, അതൊരു ദുശകനം അല്ലെങ്കിൽ ഒരു ദുശകനമാണ് എന്ന് പറയാണ്. കമോൺ ആരാധന, ഐ ചക്കിൾഡ്. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യരുത്, വാ ആരാധന, ഡോണ്ട് ബി മീൻ, സ്മൈൽ സ്മൈൽ, നീ മോശമായിട്ടൊന്നും പെരുമാറരുത്, നീ എന്ത് ചെയ്യ്, ചിരിക്കുക, നീ എന്ത് ചെയ്യാ, ഭരതനാട്യം കളിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ചിരിക്കുന്നത് അതുപോലെ നന്നായിട്ട് ചിരിക്കുക, നിനക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്നുള്ളത് പറഞ്ഞു. My grandmother, who suffered from rheumatism, battled towards my sister. My mother appeared from behind her and said in her ambassador voice, look who are here to wish you, Aradhana. She gave sister one of her best smiles. My mother looks 10 years younger when she smiles. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദറും ആൻറ്റി പ്രമീളയുടെയൊക്കെ കാര്യം പറഞ്ഞു. ഇതിൽ ഗ്രാൻഡ് മദർ എന്ന് പറയുന്ന ക്യാരക്ടർ സഫേർഡ് ഫ്രം റുമാറ്റിസം, ഈ വാതരോഗം ബാധിച്ചിട്ട് എന്ത് ചെയ്യാണ് ഇരിക്കുന്ന ഒരാളാണ് നമ്മുടെ ഗ്രാൻഡ് മദർ. അവരെന്ത് ചെയ്യാണ്, ബാറ്റിൽ ടുവാർഡ്സ് മൈ സിസ്റ്റർ, എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്, നടന്നു വന്നു. മൈ മദർ അപ്പിയർഡ് ഫ്രം ബിഹൈൻഡ് ഹെർ, അമ്മയും അവർക്ക് പിന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നിലൂടെ വരുന്നുണ്ട്. ആൻഡ് സെഡ് ഇൻ ഹെർ അംബാസിഡർ വോയിസ്, ഒരു ഗാംഭീര്യ സ്വരത്തോടു കൂടി പറഞ്ഞു, ലുക്ക് who are here to wish you, ആരാധന, നോക്ക്, നിന്നെ ആശംസിക്കാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്ക് എന്ന് പറഞ്ഞു. ഷീ ഗേവ് സിസ്റ്റർ വൺ ഓഫ് ഹെർ ബെസ്റ്റ് സ്മൈൽസ്. ആ സമയത്ത് അവള് സിസ്റ്റർക്ക് എന്ത് ചെയ്യാണ്, ഒരു ചിരി പാസ്സാക്കി കൊടുക്കുകയാണ്.
മൈ മദർ ലുക്സ് 10 years യങ് വെൻ ഷീ സ്മൈൽസ്. അമ്മയ്ക്ക് ആ പുഞ്ചിരി കണ്ടപ്പോൾ എന്ത് ചെയ്യാണ്, അമ്മയുടെ മുഖത്ത് ആ പുഞ്ചിരി കണ്ടപ്പോൾ അമ്മയ്ക്ക് പോലും എന്ത് ചെയ്യണം, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നാണ്. അത്രയും ഭംഗി അമ്മയുടെ മുഖത്ത് തോന്നി. ഷീ അഡ്ജസ്റ്റഡ് ആരാധനാസ് ബ്ലൗസ് ആൻഡ് പാറ്റ് ഹർ ഓൺ ദ ഷോൾഡേഴ്സ്. അമ്മ എന്ത് ചെയ്യാണ്, ആരാധനയുടെ ബ്ലൗസ് ഒക്കെ ഒന്ന് ശരിയാക്കി തോളിലൊക്കെ തട്ടിയിട്ട് പറയുകയാണ്, ഗ്രാൻഡ് ഫാദർ ഹാസ് കം ടു. ഗ്രാൻഡ് ഫാദറും കൂടെ വന്നിട്ടുണ്ട്. ഹി ഈസ് സിറ്റിംഗ് ഇൻ ദ ഫ്രണ്ട് റോ. അദ്ദേഹം ഫ്രണ്ട് റോയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആൻഡ് സോ ഹാസ് യുവർ ഫാദർ. മാത്രല്ല അച്ഛനും ഉണ്ട്. ഹൗ ഫോർഗെറ്റ്ഫുൾ ഓഫ് മീ എന്ന് പറയുകയാണ്. എന്നെ എന്താ മറന്നോ എന്നുള്ളത് ചോദിക്കാണ്. ഷീ ഹെൽഡ് മൈ സിസ്റ്റർ അറ്റ് ആംസ് ലെങ്ത് ആൻഡ് സെഡ് ജെന്റ്ലി. അവൾ തന്റെ സഹോദരിയുടെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, വി are so proud of you, Aradhana, my dear, that you have been selected to inaugurate the annual show of your school. Father and I have something very special for you on this important event. We wanted to give it to you and on your 18th birthday the next month. But we thought today was a more appropriate occasion. അപ്പൊ അമ്മ പറയാണ്, we are so proud of you, Aradhana. നിന്നെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മൈ ഡിയർ, ദാറ്റ് യു ഹാവ് ബീൻ സെലക്ടഡ് ടു ഇനാഗുറേറ്റ് ദ ആനുവൽ ഷോ ഓഫ് യുവർ സ്കൂൾ. നിന്റെ സ്കൂളിലെ ഈ ആനുവൽ ഷോയ്ക്ക് നിന്നെ സെലക്ട് ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാനും അച്ഛനും എന്ത് ചെയ്യുന്നുണ്ട്, നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഒരു ഇമ്പോർട്ടൻറ്റ് ഗിഫ്റ്റ് ഞങ്ങൾ നിനക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഞങ്ങളത് നിന്റെ 18th ബർത്ത്ഡേക്ക്, നെക്സ്റ്റ് മന്ത് ആണത്, അത് നിനക്ക് നെക്സ്റ്റ് മന്ത് തരണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഈ ഒരു അവസരമാണ് അതിന് ഏറ്റവും നല്ലത്, അപ്രോപ്രിയേറ്റ് ഒക്കേഷൻ. വി വാണ്ട് യു ടു വെയർ ഇറ്റ് ടുഡേ. നീ അത് ഇന്ന് ധരിക്കണം. ഷീ ടേൺ ടു മീ ആൻഡ് സെഡ്. അമ്മ എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയണ, റൺ സിമി, ഗെറ്റ് ഇറ്റ് ഫ്രം ഫാദർ. നീ പോയിട്ട് എന്ത് ചെയ്യാ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് വാ എന്നുള്ളത് അമ്മ പറഞ്ഞു. വാട്ട് മമ്മി, ഐ ആസ്ക്ഡ് പസിൽഡ്. വാട്ട് ഹാവ് യു ബ്രോട്ട് ഫോർ ആരാധന. എന്താണ് അമ്മേ അത്, എന്താണ് ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. നെവർ മൈൻഡ് മൈ മദേഴ്സ് സൈഡ്, ഐ വിൽ ഗെറ്റ് ഇറ്റ് മൈ സെൽഫ്. യു ഹെൽപ്പ് ഗ്രാൻഡ് മദർ ആൻഡ് ആൻറ്റി പ്രമീല ബാക്ക് ടു ദെയർ സീറ്റ്സ്. നീ പോണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പോയിക്കോളാം, ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം. നീ എന്ത് ചെയ്യാം, ഗ്രാൻഡ് മദറിനെയും പ്രമീല ആൻറ്റിയൊക്കെ ശ്രദ്ധിക്കുക, അവരുടെ സീറ്റിലേക്ക് ഇരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുക, സഹായിക്കുക എന്ന് പറഞ്ഞു. Move back, protested Grandma. I haven't even had time to look at Aradhana properly. I haven't exchanged a single word with her. Let me look at you, child. She regarded my sister tenderly. You look wonderful, and what a good figure you have. Don't neglect it, dear, like I did. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ പറയാണ്, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്, ആരാധനയെ ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. എനിക്ക് അവളെ ഇങ്ങനെ കാണാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ അവളോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ലെറ്റ് മീ ലുക്ക് അറ്റ് യു ചൈൽഡ്. ഞാൻ നിന്നെ ഒന്നുകൂടി നോക്കട്ടെ, നീ ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഷീ റിഗാർഡഡ് മൈ സിസ്റ്റർ ടെൻഡർലി. അവര് എൻ്റെ സഹോദരിയെ വാത്സല്യത്തോടു കൂടി നോക്കി. യു ലുക്ക് വണ്ടർഫുൾ ആൻഡ് വാട്ട് എ ഗുഡ് ഫിഗർ യു ഹാവ്. നീ എന്തു മനോഹരമായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. നിനക്ക് നീ വാട്ട് എ ഗുഡ് ഫിഗർ യു ഹാവ്. നിനക്ക് നല്ല ശരീരമാണ്, വടിവൊത്ത ശരീരമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോണ്ട് നെഗ്ലക്റ്റ് ഇറ്റ്. നീ അത് അവഗണിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ഡിയർ, ലൈക്ക് ഐ ഡിഡ്. ഞാൻ ചെയ്ത പോലെ നീ എന്ത് ചെയ്ത് ഒരിക്കലും അത് അവഗണിച്ച് കളയരുത് എന്നുള്ളത് പറഞ്ഞു. നോ, ആരാധന സ്മൈൽഡ് പൊളൈറ്റ്ലി. ഇല്ല എന്നുള്ളത് ആരാധന എന്ത് ചെയ്യാണ്, പൊളൈറ്റോടുകൂടി ആരാധന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. യു ആർ എ റിയൽ യങ് ലേഡി, ദാറ്റ്സ് വാട്ട് യു ആർ. Soon we will have to start looking for a suitable match for you. നീ ഒരു യഥാർത്ഥ യങ് ലേഡിയാണ്, ഒരു യഥാർത്ഥ യുവതിയാണ്. അങ്ങനെയാണ്. നീ എന്ത് ചെയ്യാം, നിനക്ക് താമസിയാതെ തന്നെ നിനക്ക് എന്ത് ചെയ്യും, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാച്ച്, ഒരു പങ്കാളിയെ ഞങ്ങൾ എന്തായാലും അന്വേഷിക്കാൻ തുടങ്ങും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാണ്, ഗ്രാൻഡ് മദർ അവളോട് പറയുകയാണ്. ദാദിമ, പ്ലീസ്. ആരാധന ത്രൂ ആൻ embarrassed glance around her. അപ്പൊ ദാദിമ എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്, നാണത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, ചുറ്റും നോക്കുകയാണ്. ടൈം ഈസ് ഫ്ലൈങ്, സൈഡ് ഗ്രാൻഡ്മ ആൻഡ് ടേണിംഗ് ടു ആന്റി പ്രമീല ഷീ ആസ്ക്ഡ്, isn't it പ്രമീല? It certainly is. My aunt nodded. It seems it was just yesterday when Sunita brought her home. How skinny she was, skinny and dark. അപ്പോൾ ആ സമയം
പോകുന്നു. മുത്തശ്ശി നെടുവീർപ്പിടാണ്. ടൈം ഈസ് ഫ്ലൈങ്. ആൻഡ് പ്രമിള ടേണിംഗ് ടു ആന്റി പ്രമീള ഷീ ആസ്ക്ഡ്. പ്രമീളയോട് തിരിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, പ്രമീള സമയം ഒരുപാടായില്ലേ എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പോൾ പ്രമീള എന്ത് ചെയ്യാണ്, നോഡഡ്, തലയാട്ടിക്കൊണ്ട് പറയാണ്. എന്നിട്ട് അവള് പറയാണ്, ഇറ്റ് സീംസ് ഇറ്റ് വാസ് ജസ്റ്റ് യെസ്റ്റർഡേ വെൻ സുനിത ബ്രോട്ട് ഹെർ ഹോം. സുനിത അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കഴിഞ്ഞ ദിവസം പോലെയാണെന്ന് തോന്നുന്നു. എത്ര മെലിഞ്ഞിട്ടായിരുന്നു അവള്. മെലിഞ്ഞതും ഇരുണ്ടതുമായിരുന്നു. സ്കിന്നി ആൻഡ് ഡാർക്ക്, വളരെ മെലിഞ്ഞിട്ടും കറുത്തിട്ടുമായിരുന്നു അവൾ എന്നുള്ളത് പറഞ്ഞു. ഐ ഗാസ്പ്ഡ് ആൻഡ് സ്റ്റെയർഡ് ഗാസ്പ്ഡ് അറ്റ് ആന്റി പ്രമീള. ഒരു ശ്വാസം മുട്ടിയ അവസ്ഥ പോലെ എന്ത് ചെയ്യാണ്, ഞാന് ആന്റി പ്രമീളയെ നോക്കി. ഹൗ ഓൺ എർത്ത് കുഡ് ഷീ സേ സച്ച് ഹേർട്ടിംഗ് വേർഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ആരാധന. ആരാധനയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഡിഡ്ന്റ് ഷീ നോ ഹൗ ടച്ച് ഷീ വാസ് അബൌട്ട് ഡാർക്ക് കോംപ്ലക്ഷൻ? And why did she have to hang on it today of all days? അവളുടെ കറുത്ത നിറത്തെ കുറിച്ച് എത്രമാത്രം വേദനയോടെയാണ് എന്ത് ചെയ്യുന്നത് അവളോട് പറയുന്നത്. അവൾക്ക് എത്രമാത്രം വേദനയുണ്ടാകും. എല്ലാ ദിവസങ്ങളെയും പോലെ ആണോ ഇന്ന്? അവൾ എന്ത് ചെയ്യാണ്, എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ് അവൾ നിൽക്കുന്നത്. ഇപ്പോഴാണോ അത് പറയേണ്ടത് എന്നുള്ളത് പറഞ്ഞു. ഹഷ് പ്രമീള, മൈ ഗ്രാൻഡ് മദേഴ്സ് വോയിസ് ഹാഡ് ആൻ എഡ്ജ് നൗ. ഡു കീപ് ക്വയറ്റ്. Then seizing Auntie Pramila's elbow, she pulled her away, whispering fiercely all the time. അപ്പോൾ പെട്ടെന്ന് ഗ്രാൻഡ് മദർ പറയാണ്, ഒന്ന് മിണ്ടാതിരിക്കും പ്രമീള എന്ന് പറയുകയാണ്. അതിന് ഒരു മൂർച്ചയുള്ള ഒരു സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദറിന് ദേഷ്യം വന്നിട്ടുണ്ട്. ഡു കീപ് ക്വയറ്റ്, നീ ഒന്ന് മിണ്ടാതിരിക്കുക. ദെൻ സീസിങ് ആന്റി പ്രമീലാസ് എൽബോ ഷീ പുൾഡ് ഹർ എവേ. എന്നിട്ട് എന്ത് ചെയ്യാണ്, അവളുടെ കൈമുട്ടി പിടിച്ചുകൊണ്ട് അവളെ മാറ്റിയിട്ട് നല്ല ഉച്ചത്തിൽ എന്ത് ചെയ്യാണ്, വിസ്പറിങ് ഫിയേഴ്സ്ലി ഓൾ ദ ടൈം, ഉച്ചത്തിൽ പറയണം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. ഐ ലുക്ക് അറ്റ് ആരാധന, ഞാൻ അപ്പോൾ ആരാധനയെ നോക്കി. ദ ബ്രൂയിസ്ഡ് ലുക്ക് ഇൻ ഹർ ഐസ് ഹേർട്ട് മീ ഇമ്മൻസ്ലി, അവളുടെ കണ്ണുകളിലെ ഒരു മുറിവേറ്റ ഭാവം ഉണ്ടായിരുന്നു. ഐ ഗ്രോപ്ഡ് ഫോർ ഹർ ഹാൻഡ് ആൻഡ് സ്ക്യൂസ്ഡ് ഇറ്റ്. ഫോർഗെറ്റ് her, she is mad and mean and miserable. My sister gave a small laugh which sounded more like a cry. അപ്പൊ പെട്ടെന്ന് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചു നോക്കി. അപ്പോൾ അവളോട് പറഞ്ഞു, നീ അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. അവരൊരു എന്താണ് മോശപ്പെട്ട സ്ത്രീയാണ് എന്നുള്ളത് പോലെ എന്ത് ചെയ്യണം, ഞാൻ അവളോട് പറഞ്ഞു. അപ്പോഴേക്കും അവൾക്ക് ഒരുപാട് സങ്കടം വന്ന് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളൊരു കരച്ചിലിന്റെ വക്കിൽ എത്തിക്കുന്ന രീതിയിൽ ഒരു പുഞ്ചിരി അവള് ചിരിച്ചുകൊണ്ട് നിന്നു ആരാധന. ദെൻ സെക്ഷൻ 2 ആണ് പറയുന്നത്. ആരാധന ഈസ് ഷോക്ക്ഡ് ആൻഡ് ഷാറ്റേർഡ്. ഷീ ആസ്ക്ഡ് ഹർ ഗ്രാൻഡ് മദർ ടു ടെൽ ഹർ ദ ട്രൂത്ത്. ആരാധനയ്ക്ക് പെട്ടെന്ന് ഷോക്കായി പോയതാണ് ആ വാക്കുകൾ കേട്ടിട്ട്. ആരാധന മുത്തശ്ശിയോട് ചോദിച്ചു, എന്താണ് സത്യം എന്നുള്ളത്. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ആരാധന വാണ്ട്സ് ടു നോ, അവൾക്ക് എന്താണ് അറിയേണ്ടത്. വൈ ഡസ് ഹർ ഗ്രാൻഡ് മദർ നോട്ട് ടെൽ ദ ട്രൂത്ത്, എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ അത് സത്യം പറയാതിരുന്നത്. ഹൗ ഡസ് ഷീ സെൻഡ് ഫോർ, ആരെയാണ് അവര് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. I tried to pull her away from the mirror, away from Grandma and Auntie Pramila, whose voice rose aggressively. Of course, she needs to know. Come, Aradhana, ignore her. ഞാനപ്പോൾ അവളെ എന്ത് ചെയ്യാണ്, കണ്ണാടിയുടെ മുന്നിൽ നിന്നും ഞാൻ എന്ത് ചെയ്യാണ്, പിടിച്ചു വലിച്ചു. മുത്തശ്ശിയുടെ അടുത്ത് നിന്നും നമ്മുടെ ആന്റി പ്രമീളയുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാണ്, മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. ഞാൻ വളരെ ഉച്ചത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഓഫ് കോഴ്സ് ഷീ നീഡ്സ് ടു നോ എന്ന് പറഞ്ഞു. തീർച്ചയായും അവൾ അറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ആന്റി പ്രമീള വീണ്ടും എന്ത് ചെയ്യാണ്, പറയാണ്. കം ആരാധന, ഇഗ്നോർ ഹെർ. നീ വാ ആരാധന, അതൊന്നും നീ കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വിളിച്ചു. ഐ ഹാവ് ടോൾഡ് സുനിത time and again. My auntie's voice was low, but not low enough for us not to catch each and every syllable she uttered. I told her the other day too, an adopted child must know the truth. She has to tell Aradhana sooner or later. She must no. അപ്പോൾ ആന്റി പ്രമീള പറയാണ്, ഐ ഹാവ് ടോൾഡ് സുനിത ടൈം ആൻഡ് അഗെയിൻ. ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട്, സുനിതയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈ ആൻറ്റീസ് വോയിസ് വാസ് ലോ ബട്ട് നോട്ട് ലോ ഇനഫ് ഫോർ ആസ് നോട്ട് ടു ക്യാച്ച് ഈച്ച് ആൻഡ് എവറി സിലബിൾ ഷീ അട്ടേർഡ്. ഇങ്ങനെ ഒരുപാട് തവണ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് അവളോട് പറയണമെന്നുള്ളത്. അവളുടെ ഓരോ അക്ഷരങ്ങളും എന്ത് ചെയ്യാണ്,
ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ താഴ്ന്ന ഒരു സൗണ്ടിലാണ് അവൾ പറയുന്നത്. ഐ ടോൾഡ് ഹർ അതർ ഡേ ടു ആൻ അഡോപ്റ്റഡ് ചൈൽഡ് മസ്റ്റ് നോ ദ ട്രൂത്ത്. കഴിഞ്ഞ ദിവസവും ഞാൻ അവളോട് പറഞ്ഞതാണ്, ഈ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ദത്തെടുക്കപ്പെട്ട ആ ഒരു കുട്ടി അവൾ എന്ത് ചെയ്യണം, സത്യം അറിയണം. ഷീ ഹാസ് ടു ടെൽ ആരാധന സൂണർ ഓർ ലേറ്റർ, ഷീ മസ്റ്റ് നോ. എത്രയും വേഗം ആരാധനയോട് പറയണം എന്നുള്ളത് ഞാൻ അവളോട് പറഞ്ഞതാണ്, അവളത് അറിയണം. അഡോപ്റ്റഡ് ചൈൽഡ്, ആരാധന ആൻഡ് അഡോപ്റ്റഡ് ചൈൽഡ്.